പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ചൂച്ചു ചാൾസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മളത് ഈ കാണുന്ന ഐലൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ഐലൻഡിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്ററുടെ പേരാണ് ചൂച്ചു ചാൾസ്. നമുക്ക് അതിനെ അടിച്ചിടണം. അതിനങ്ങ് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റുന്നില്ല കേട്ടാ. അതിനായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ മിഷൻസൊക്കെ ചെയ്യണം. ആ മിഷൻസൊക്കെ ചെയ്തിട്ട് നമുക്ക് പതുക്കെ ചൂച്ചു ചാൾസിനെ അടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം മാപ്പ് ഓപ്പൺ ആക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ മഞ്ഞ കളറിലില്ലേ, മഞ്ഞ കളറിൽ കാണുന്നത് ഓപ്ഷണൽ മിഷൻ. നമുക്കത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാപ്പ് കിട്ടും. ഈ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാ. നമുക്ക് ഈ ട്രെയിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, പിന്നെ റിപ്പയർ ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ റെഡ് കളറിൽ മിഷൻ കാണിക്കും, അത് വെപ്പൺ മിഷൻ. നമുക്ക് അന്നേരം പുതിയ വെപ്പൺസ് കിട്ടും. നമുക്ക് അതും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ മിഷൻസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വെപ്പൺസ് കിട്ടും. ഈ ഗെയിമിൽ റോക്കറ്റ് ലോഞ്ചർ, ഫ്ലെയിം ത്രോവർ അങ്ങനത്തെ വെപ്പൺസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വെപ്പൺസൊക്കെ കിട്ടുകയാണെങ്കിൽ ഉപകാരവും ചാൾസായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് നീല കളറിലാണ്. അത് പക്ഷെ നിർബന്ധമായിട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അടുത്ത് ഒരു മിഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് ആ മിഷൻ ചെയ്യാം. ഈ ചൂച്ചു ചാൾസ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ആരോ കമൻറ്റ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ചാൾസ് വരുന്നു. ഞാൻ പക്ഷെ ആ ഹോണ് കുറേ അടിച്ചു നോക്കി, ഇതുവരെയ്ക്കും ആരും വന്നിട്ടൊന്നുമില്ല. അത് ഏത് സമയത്താണോ വരിക. ഇവിടെ പിന്നെ ഒരു മിഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇത് പിന്നെ ഓപ്ഷനല്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാപ്പ് കിട്ടും. സ്ക്രാപ്പ് നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടും കേട്ടോ. ഇവിടെ വഴിയിൽ കുറേ കിടക്കുന്നുണ്ടാവും, നമുക്കത് കളക്ട് ചെയ്താൽ മതി. ഓ ഇതെന്തത്, ലൈഫ് പോയില്ലോ. ഈ ഗെയിമിലും ഫാൾ ഡാമേജ് ഉണ്ടോ? അത് ശരി. അല്ല, ഈ വഴി എങ്ങോട്ടേക്കാ പോണേ? ഇത് ഇച്ചിരി ദൂരമുണ്ടല്ലോ. ട്രെയിനിൻ്റെ അടുത്താണെങ്കിൽ കുറച്ചുകൂടി സേഫാ, കാരണം എൻ്റെ ട്രെയിനിൽ വെപ്പണുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വെപ്പണൊന്നുമില്ല. ചാൾസ് എങ്ങാനും ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പണിപ്പാളും. ഓക്കെ, ഇവിടെയും കുറച്ച് സ്ക്രാപ്പ് ഉണ്ട്, നമുക്കത് കളക്ട് ചെയ്യാം. ഇവിടെ വീടുണ്ട്, അത് പക്ഷേ ലോക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒന്ന് സംസാരിച്ച് നോക്കാം. ഇയാൾ പെട്ടിയൊക്കെ കൈപ്പിടിച്ച് നാട് വിടാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ ഇയാൾ രക്ഷപ്പെടും. ഇയാളിപ്പോൾ എന്തൊരു പറയണത്? ഓക്കെ, ഇയാൾ ശരിക്കും നാട് വിട്ട് പോവാണ്. ഇയാൾ ബോട്ട് വഴി പോകാനുള്ള പരിപാടിയാണ്. ഇയാൾ പിന്നെ നമ്മളെ വിളിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല. അയാൾ ഒരു സാധനം എടുക്കാൻ മറന്നു. അതെന്തൊരു ജേണലാ. നമ്മളോടിപ്പോൾ ആ ജേണൽ കൊണ്ടുവരാനാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ സ്ക്രാപ്പ് തരാന്ന്. ഇയാൾ എന്തുട്ടൊക്കെ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. ഇവിടെ അല്ലെങ്കിൽ തന്നെ ആകെ പെട്ടിരിക്കുക. അപ്പോഴേ അയാളുടെ ഒരു ജേണൽ. ശരി, എന്തുട്ടായാലും എടുത്ത് കൊടുക്കാം. സ്ക്രാപ്പ് കിട്ടില്ലേ? ഒരു മിനിറ്റ്, ഈ വീട് ലോക്കാണോ? ഇതിൻ്റെ അകത്ത് സ്ക്രാപ്പ് ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. അത് ശരി, ഈ വീട് ലോക്കൊന്നുമല്ലായിരുന്നു, എനിക്ക് തോന്നിയതാ. ഓക്കെ, ഇവിടെ പക്ഷേ ഒരു സ്ക്രാപ്പുള്ളൂ, അത് നമുക്കങ്ങ് കളക്ട് ചെയ്യാം. എന്നിട്ട് അയാളുടെ ആ ജേണൽ അങ്ങ് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. കുറേ ദൂരം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എന്ത് സൗണ്ട് കിട്ടില്ലോ? ഒരു ട്രെയിനിൻ്റെ ഹോണ്ട സൗണ്ടാ. എനിക്ക് തോന്നണത് ചാൾസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. അതിനിപ്പോൾ എന്താ, അതിനങ്ങ് അടിച്ചിട്ടേക്കാം, എന്നാൽ എൻ്റെ പൊടി പോലും കാണില്ല. ഓക്കെ, എൻ്റെ വണ്ടിയിൽ പിന്നെ വെപ്പണൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ ചാൾസ്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് വാ. ഒരു മിനിറ്റ്, നമുക്ക് ഹോൺ അടിച്ച് നോക്കാം. ചിലപ്പോൾ ഇതും കേട്ട് ചാൾസ് എൻ്റെ അടുത്തേക്ക് വരും. എന്നാലും എവിടെ ഇത് എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. വരണ്ടെങ്കിൽ വാ. അതെ, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വാടാ വാടാ, തന്നെയൊക്കെ ആരെ പേടിക്കുന്നത്? ഇപ്പോൾ തീർത്തളയാ. ഓ, ഇത് ഹീറ്റാവുണ്ട് കേട്ടോ. ഓ, ഹീറ്റായി. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. വണ്ടിക്ക് ചെറുതായിട്ട് ഡാമേജ് ഉണ്ട്, അത് നമുക്ക് ശരിയാക്കാം. ഇതെന്തോ ചാവാത്ത? കുറേ ഹെൽത്ത് ഉണ്ട് കേട്ടോ അതിന്. എൻ്റെ ഈ ഗണ്ണാണെങ്കിൽ ഹീറ്റാവുണ്ട്, അതാണ് പ്രശ്നം. ഒരു മിനിറ്റ്, ഇത് റിപ്പയർ ചെയ്യാം. ഓ, ഇതിൻ്റെ ഹെൽത്ത് പോവാറായിട്ടാ, ജസ്റ്റ് മിസ്. കറക്റ്റ് ടൈമിൽ റിപ്പയർ ചെയ്ത്. എന്നാലും ഇതെന്താ ചാവാത്ത? ഇതെങ്ങോട്ടാ പോണേ? ആദ്യത്തെ പോയില്ലോ. അതിൻ്റെ പകുതി ഹെൽത്ത് പോലും പോയിട്ടില്ല. അത് ശരി. എനിക്ക് തോന്നണത് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ശല്യം ചെയ്യുന്ന. അങ്ങനെയാവും. നമുക്ക് ഈ മാപ്പൊന്ന് തുറന്നു നോക്കാം. ഓ, നമ്മളിപ്പോൾ എവിടേക്ക് എത്തിയേ? ഇത് ഏതാ സ്ഥലം? അല്ല, നമ്മളിപ്പോൾ എവിടെ നിൽക്കണ്ടായിരുന്നു? ആ ജേണൽ എവിടെയാണാവോ? ഒരു മിനിറ്റ്, ഇതാണോ? അതാ ജേണൽ.
നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ. നമുക്കിനി കറങ്ങി അടിച്ച് പോകേണ്ടി വരും. ഇവിടെയും 2 മിഷൻസ് വരുന്നുണ്ട് കേട്ടാ, ഓപ്ഷണൽ. പിന്നെ അവിടെ ഒരു വെപ്പൺ മിഷനും ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം ആ 3 മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് ആ ജേണലിൻ്റെ അടുത്തേക്ക് പോവാം. ഇതിൽ പിന്നെ ഒരു മിഷൻ ചെയ്യണ ഇടയിൽ വേറെ മിഷൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കറങ്ങി അടിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടി വരെ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കിനി ലെഫ്റ്റിലേക്ക് പോകണ്ടേ, അവിടെ ഒരു മിഷനൊക്കെ വരുന്നുണ്ട്. ഇതിൽ പിന്നെ നമുക്ക് തന്നെ ട്രാക്കൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടാ, വേറെ ആളില്ല. ചിലപ്പോൾ പണ്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും, അവരൊക്കെ ചൂച്ചുചാൽസ് കൊന്നുണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ചില സമയത്ത് ഒരു പീസ്ഫുള്ളായ ഒരു മ്യൂസിക്കാവും, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഹൊറർ മ്യൂസിക്കിലേക്ക് മാറും. എന്താണോ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ മിഷനുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. എന്തൊരു ചെയ്യണ്ടേ? ഓക്കെ, ഈ ചേട്ടൻ നമുക്ക് ഒരു താക്കോല് തന്നുട്ടാ. ഇവിടെ അടുത്തേ ഒരു ബാണുണ്ട്. ആ ബാണിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ട്. അത് നമ്മളോട് പോയിട്ട് കളക്ട് ചെയ്തോളാനാണ് പറഞ്ഞത്. ശരി, നമുക്കപ്പോൾ ബാണിലേക്ക് പോവാം. ഇതാണ് ആ ബാണ്. നമുക്കിതങ്ങ് തുറക്കാം. സ്ലൈഡിങ് ഡോറാണ് കേട്ടോ, സെറ്റപ്പാണല്ലോ. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഇരിക്കുന്നുണ്ട്, എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയുള്ള സ്ക്രാപ്പൊക്കെ ഞാൻ കളക്ട് ചെയ്തേക്കാണ് കേട്ടോ. അവിടെ പിന്നെ നോട്ട് ഇരിക്കുന്നുണ്ട്, അത് വായിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഇവിടെ പിന്നെ ഒന്നും വിട്ടുപോയില്ലല്ലോ. ഓക്കെ, ഇവിടെ ഇനി ഒന്നും വിട്ടുപോയിട്ടില്ലേ. നമുക്കിപ്പോൾ നേരെ ട്രെയിനിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഇത് പിന്നെ ഒരു ഈസി മിഷനായിരുന്നു, സ്ക്രാപ്പ് കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കിനി ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് പോവാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, എനിക്ക് പെയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ കളർ മാറി. ശരി, പക്ഷേ ഇത് മഞ്ഞ കളറിലാ ഭംഗി, മഞ്ഞ കളർ മതി. നമുക്കിനി അടുത്ത മിഷൻസ് ചെയ്യാം. ഇവിടെ പിന്നെ ഒരു ട്രാക്ക് ചേഞ്ച് വരുന്നുണ്ട്, നമുക്ക് ആ ട്രാക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു മിഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമുക്കിനി അത് ചെയ്യാം. ഇപ്പോൾ ദേ കണ്ടില്ലേ, വീണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറി. ഈ ഗെയിമിൽ എന്താണോ? ഓക്കെ, നമ്മളെ സ്ഥലത്തേക്ക് എത്തിയെന്ന് തോന്നണേ. നമുക്ക് വണ്ടി നിർത്താം, ചാടി ഇറങ്ങാം. ചാടി ഇറങ്ങിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ചേച്ചിയല്ല, ഈ ചേച്ചിയുടെ അടുത്ത് നേരത്തെ സംസാരിച്ചതാ. ഈ ചേച്ചിയാണ് മറ്റേ മൈനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്ക്രാപ്പൊക്കെ കിടക്കുന്നുണ്ട്, നമുക്കത് കളക്ട് ചെയ്യാം. സ്ക്രാപ്പ് മുഖ്യം. ഓക്കെ, ഈ വഴി എങ്ങോട്ടേക്കാണ് പോണേ? അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല, കാരണം ട്രെയിനിൽ വെപ്പണുണ്ട്. അല്ലാത്തപ്പോൾ കുറച്ച് സീനാണ്. അല്ല, ഇതിപ്പോൾ എങ്ങോട്ടേക്ക് എത്തിയേ? ഇവിടെ മുമ്പിൽ പുഴയൊക്കെ ഉണ്ട്, ഇനി അത് കടന്ന് പോണോ? എനിക്കറിയില്ല, നോക്കി നോക്കാം. അവിടെ മുമ്പിൽ എന്തോ ഉണ്ടല്ലോ, ആരോ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഹലോ ചേച്ചിയെ, കുറച്ച് ചോറ് തരുമോ? വിശക്കുണ്ട്. ഇത് ബിച്ചാണല്ലോ, ഇതാളത്ര ശരിയല്ല. ഇതെന്തുട്ടാണോ പറയണ? ഓക്കെ, ഈ വിച്ചിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുട്ടാ. ഈ മിഷനെ ഇച്ചിരി സീനാന്ന് തോന്നുന്നുണ്ട്. ആ വിച്ച് നേരത്തെ അവിടെ ഫുഡ് ഉണ്ടാക്കല്ലേ, അതിനായിട്ട് എന്തോ മീറ്റ് വേണമെന്ന് പറഞ്ഞു. ആ മീറ്റ് കിട്ടണമെങ്കിൽ ഈ പുഴ കടന്നാൽ മതി, അത് കിട്ടും. പക്ഷേ ചെറിയൊരു സീനുണ്ട്. ഈ വെള്ളത്തിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പണിപ്പാളും. അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മോൺസ്റ്റർ നമ്മുടെ അടുത്തേക്ക് വരില്ലേ, അന്നേരം മെനങ്ങാണ്ട് നിൽക്കണം. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യില്ല. ഒരു മിനിറ്റാ, അതാണ് ആ മോൺസ്റ്റർ. അതിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയേക്കണ്. നമുക്കപ്പോൾ പതുക്കെ മുമ്പിലേക്ക് പോവാം. ഓക്കെ, അതെൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അടുത്തേക്ക് എത്തുമ്പോൾ പിന്നെ അനങ്ങാൻ പാടില്ല, അന്നേരം അത് നമ്മളെ പിടിക്കും. നമുക്ക് പക്ഷേ പതുക്കെ പോയാൽ മതി, പെട്ടെന്ന് പോയിട്ട് ഒരു ധൃതിയുമില്ല. ഒരു മിനിറ്റ്, അതിപ്പോൾ എൻ്റെ അടുത്തേക്കാണോ വരുന്നത്? അത് അപ്പുറത്തേക്ക് പോയി. ഒന്ന് എന്നെങ്കിൽ കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, അത് അങ്ങോട്ടേക്ക് പോയേക്കാണ് കേട്ടോ. നമുക്കപ്പോൾ ഓടി കരയിലേക്ക് കയറാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ കരയിലെത്തിയേക്കാണ്. സ്ക്രാപ്പൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഇതെന്തത്? മീനാ? ഒരു ചത്ത മീനവിടെ കിടക്കുന്നുണ്ട്, അത് കൂട്ടാൻ വയ്ക്കാനാവും. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ചു പോകും വേണം കേട്ടോ. വന്നാൽ മാത്രം പോരാ, ആ സാധനം കൊണ്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് സ്ക്രാപ്പ് കിട്ടുള്ളൂ. കുറച്ച് അധികം സ്ക്രാപ്പ് തന്ന ഉപകാരമായേനെ. ചേച്ചിയെ, ഇതാ ചേച്ചിയുടെ ചത്ത മീൻ.
ഇനി ആ സ്ക്രാപ്പ് അങ്ങ് തന്നേക്ക്. കൂടുതലൊന്നും പറയണ്ട. കേൾക്കാനായിട്ട് നമുക്ക് നേരമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. ട്രെയിനിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കുറച്ച് സേഫ് ആയ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ എത്ര സ്ക്രാപ്പ് കിട്ടി? 91 സ്ക്രാപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ട്രെയിന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ചോച്ചോ ചാൾസ് അറ്റാക്ക് ചെയ്യുമ്പോഴേ ട്രെയിനിന് കുറേ ഡാമേജ് വരും. നമുക്കപ്പോൾ തൽക്കാലം ഇത്ര അപ്ഗ്രേഡ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ വേണ്ട, ഒരു സ്റ്റെപ്പും കൂടി അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 40 സ്ക്രാപ്പും കൂടി ഉള്ളൂ. അത് നമുക്ക് ആവശ്യം വരും. ഇവിടെ ഇനി ഏതെങ്കിലും മിഷൻ ഉണ്ടോ? ഓക്കെ, അവിടെ ഒരു മിഷൻ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ അത് ചെയ്യാം. അത് പിന്നെ ഇവിടെ അടുത്താണ്. ഒരു മിനിറ്റ്, അതെന്താ അവിടെ തീയൊക്കെ കത്തുണ്ടല്ലോ. എന്താണോ? നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. എനിക്ക് തോന്നണത് ആരുടെയെങ്കിലും വീട് കത്തിയിട്ടുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, വീട് കത്തിയുണ്ട്. നമുക്കപ്പോൾ അതിന് തീ അണക്കേണ്ടി വരും. ഹലോ ചേട്ടാ, എന്താ പറ്റിയേ? വീടിന് തീ പിടിച്ചല്ലോ. ഗ്യാസ് കൂട്ടാൻ പറഞ്ഞ? ശരി എന്നാ. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഒരു ഫ്ലെയിം ത്രോവർ ഉണ്ടാക്കി. അയാൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേ. അയാൾ എന്നിട്ട് വെപ്പണൊക്കെ ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയതാ. അതും അയാളുടെ സ്വന്തം വീട്ടിൽ. ആ വീടാണെങ്കിൽ ഒന്നാമത്തേന് മരത്തിൻ്റെ വീടാ. പിന്നെ തീ കത്താണ്ടിരിക്കുമോ? ഞാനിപ്പോൾ ഏതായാലും തീ അണച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നത് ആ ഫ്ലെയിം ത്രോവർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന. ഇതിൻ്റെ അകത്ത് കാണാനില്ലല്ലോ. ഇവിടെ മൊത്തം കത്തിപ്പോയി. ഇവിടെ മറ്റേ സിലിണ്ടറൊക്കെ കാണുന്നുണ്ട്. ഇത് എന്നിട്ട് പെയിൻറ്റാ. ഒരു പുതിയ പെയിൻറ്റ് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൻ്റെ കളർ മാറ്റാം. എന്താ പൊട്ടനാണോ? തനിക്ക് ചെയ്തൂടത്? ഇവിടുത്തെ ആൾക്കാർ പൊട്ടന്മാരെന്ന് തോന്നുന്നുണ്ട്. ഒന്നാമത്തെ അവർ തൊള്ള തുറന്ന് സംസാരിക്കില്ലേ. അത് കാണുമ്പോൾ തന്നെ കുറച്ച് വിയേഡായിട്ട് തോന്നും. അയാളിപ്പോൾ ഏതായാലും വെപ്പൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ വെപ്പൺ. നമുക്കൊന്ന് നോക്കി നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാലോ. പക്ഷെ സംഭവം പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ഫ്ലെയിം ത്രോവർ ആയതുകൊണ്ടാവും സംഭവം പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ഇയാൾ നമുക്ക് ആകെ 5 സ്ക്രാപ്പ് തന്നുള്ളൂ. അയാൾ സ്ക്രാപ്പ് തന്നിട്ടില്ല. ആ സ്ക്രാപ്പ് ഞാൻ അവിടെ നിന്ന് പറക്കിയെടുക്കുക ചെയ്ത്. അയാൾ പക്ഷേ വെപ്പൺ തന്നില്ലേ, അത് മതി. ചിലപ്പോൾ അതുകൊണ്ടാവും അയാൾ സ്ക്രാപ്പ് തരാണ്ടിരുന്നത്. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് പോകണ്ടേ? ഇവിടെ ഇഷ്ടം പോലെ മിഷൻസ് ഉണ്ട്. ഏതപ്പോൾ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ജേണലില്ലേ, അതെടുത്ത് കൊടുക്കാം. ആ മിഷനങ്ങ് കഴിഞ്ഞോട്ടെ. സ്ക്രാപ്പ് കുറച്ച് കിട്ടുമല്ലോ. ഓക്കെ, ഇവിടെ ഞാൻ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഈ സ്ക്രാപ്പൊക്കെ കളക്ട് ചെയ്യാം. ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെയും സ്ക്രാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഒന്ന് സംസാരിച്ച് നോക്കാം. ഇതൊരു മിഷനായിരുന്നു. ഞാനത് അറിയേണ്ടത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചതേ ആ ജേണൽ ഈ വീട്ടിലാവുന്നു. എന്തെങ്കിലും ആട്ടെ, ആ ചേച്ചി പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഈ ഭാഗത്തായിട്ട് ഒരു കാർഡുണ്ട്. ആ കാട്ടിൽ പോയിട്ട് എന്തോ പേജ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിൻ്റെ പേജാണോന്ന് എനിക്കറിയില്ല. ഒരു 8 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആ കാട്ടിൽ എന്തോ പ്രേതം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനും വരുന്നു. എനിക്കത് കേട്ടിട്ട് എന്തോ തരികണ മിഷൻ പോലെ തോന്നണേ. എന്തൊട്ടായാലും അത് പിന്നെ നോക്കാം. ആദ്യം ആ ജേണലില്ലേ, അതെടുത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്ക്രാപ്പ് കിട്ടും. ഓക്കെ, മുമ്പിൽ എനിക്ക് വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നണത് ആ വീടാവുന്നു. വഴിയിൽ പിന്നെ ഇങ്ങനെ സ്ക്രാപ്പൊക്കെ കിടക്കുന്നുണ്ടാവും. അത് കളക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഇതെന്തത്? മുമ്പിൽ എന്തോ അമ്പലം പോലെ പണിത് വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണാവോ? ഇത് നമുക്ക് തൽക്കാലം കളക്ട് ചെയ്യാം. എവിടെ സാധനം? ജേണൽ എവിടെ? ഇതാണോ? അതൊരു ചിറ്റികയാണ്. സ്ക്രാപ്പ് കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂമിനകത്ത് ഉണ്ടാവും. ഇത് തന്നെ ജേണല്. ഓക്കെ, അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾക്ക് കൊണ്ട് കൊടുത്താൽ മതി. നമുക്കപ്പോൾ ട്രെയിന് റിവേഴ്സ് എടുത്ത് പോവാം. കുറച്ച് ദൂരം പോവാണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമുക്ക് പിന്നെ പുതിയ വെപ്പണും കൂടിയും കിട്ടിയല്ലോ. ചോച്ചു ചാൾസ് ഇപ്പോൾ വരേണ്ട സമയമായിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് നേരമായി. ഹലോ ചേട്ടാ, സാധനം കിട്ടി. ചേട്ടൻ്റെ ജേണൽ കിട്ടി. ഒരു മിനിറ്റ്, ചാൾസിൻ്റെ സൗണ്ട് ഇപ്പം തന്നെ വരണ. എൻ്റെ ട്രെയിനാണെങ്കിൽ ഇവിടെ അടുത്തില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടി ചെയ്യുക. അല്ല, ആ ചേട്ടൻ എവിടെയാ? ആ ചേട്ടനെ കാണാനില്ല. ആളിത് അവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഈ സാധനം മേടിച്ചിട്ട് പൊക്കോ. ദേ ആ ചാൾസ് എൻ്റെ അടുത്തേക്ക് വരുന്നു.
ഇതിപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറുമോ? ഏയ് കയറില്ലെന്ന് തോന്നുന്നു. എൻ്റെ പോന്നടാവേ, അതിവിടെ അടുത്തുണ്ട്. ഓക്കെ, ഇത് അങ്ങോട്ടേക്ക് പോയി. അത് നമ്മൾ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടും അങ്ങോട്ടേക്ക് പോയിണ്ടാവുക. ഏയ് ആ ചേട്ടൻ അങ്ങോട്ട് പോയി. അതിനെ പിടിച്ച് തിന്നാ? ഇല്ലില്ല. ചേട്ടാ അതെ ജേണല്. ഈ പൊട്ടനെ അങ്ങോട്ടേക്ക് പോണ്. ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ. ആ ജേണൽ കൊടുത്തിട്ട് ഒരൊറ്റ ഒട്ടാ. ഇനി വഴിയിൽ വെച്ചിട്ട് എന്തിട്ടാണോ സംഭവിക്കാൻ പോണേ, നമുക്കിനി അന്നേരം കാണാം. ഹലോ ചേട്ടാ, ഞാൻ ദേ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ സ്ക്രാപ്പ് അങ്ങ് തന്നേക്ക്. ഞാൻ ദേ ഇവിടെ പോവാണ്. ശരിയപ്പോൾ ഓക്കെ. ഞാനിവിടെ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ എത്തിയേക്കാണ്. ഇപ്പം എന്താണാവോ ഇവിടെ ചാൾസിനെ കാണാനില്ല. ഞാൻ എന്തെങ്കിലും ആട്ടെ, നമുക്കിനി പോയിട്ട് അടുത്ത മിഷൻ ചെയ്യാം. ചാൾസിനെ നമുക്ക് വഴിയിൽ വെച്ച് കണ്ടോളാം. ഒരു മിനിറ്റ്, നമുക്കിനി ട്രാക്ക് മാറ്റണ്ട. ആ ട്രാക്ക് ലെഫ്റ്റിലേക്കാണ് പോണേ, നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രാക്ക് മാറ്റിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടാ. ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ അവിടെ ഹോണൊക്കെ അടിക്കുന്നുണ്ട്. ആ സാധനം ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ലെങ്കിലും ഹോൺ അടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതൊരു ടൈം ആകുമ്പോഴാണ് വരുള്ളൂ. ഇവിടെ ഇപ്പോൾ 3 മിഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. 3 വേറെ വേറെ മിഷൻസാണ്. അതിൽ 2 നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. നമുക്ക് 3 മിഷൻസ് ചെയ്യാം. അതിപ്പോൾ വലിയ സീനൊന്നുമില്ല. ഒരു മിനിറ്റ്, ചോദിച്ചു ചാൾസ് കൂടി ഉണ്ട്. അത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് ശരി, ഇപ്പം ശരിയാക്കരാം. ഞാനവിടെ പുതിയ വെപ്പണൊക്കെ കൊണ്ടുവന്നു. നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ കണ്ട് പേടിക്കുന്ന? ഇവിടെ വാടാ, എങ്ങോട്ടാ പേടിച്ചോണ? എന്നാ പിടിച്ചോ, നല്ല സുഖല്ലേ? ഈ സാധനം ഹീറ്റായിട്ടാ. അത് പെട്ടെന്ന് ഹീറ്റാവുണ്ട്, എന്താണോ? ഓക്കെ, നമുക്ക് ഈ ഗണ്ണ് വെച്ചിട്ട് ഫയർ ചെയ്യാം. ഓക്കെ, ഇതും ഇപ്പോൾ ഹീറ്റായിക്കാണ്. ഈ ട്രെയിന് ഹെൽത്ത് കൂട്ടട്ടെ. ഓക്കെ, നമുക്ക് ഫ്ലെയിം ത്രോവർ വെച്ച് പഠിക്കാം. എന്നാ പിടിച്ചോ, കത്തിക്കരിയേട്ട അങ്ങോട്ട്. നമ്മുടെ മിഷനുള്ള സ്ഥലം എത്തിയിട്ടാ. അത് കഴിഞ്ഞു. ഈ ചോദിച്ചു ചാൾസ് കാരണം മിഷൻ ചെയ്യാൻ പറ്റിയില്ല. ഇതിന് ഞാൻ വെറുതെ വിടില്ല. അതേ പോയി. എടാ എങ്ങോട്ടാ പോണേ? ശരി, എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഒരു മിനിറ്റ്, ഇത് ഏതാ സ്ഥലം? ഏതോ മൈനാന്ന് തോന്നുന്നുണ്ട്. അതിതേ കണ്ട വഴി വിട്ടു. അല്ല പിന്നെ നമുക്കിനി റിവേഴ്സ് എടുത്ത് പോവാം. നേരത്തെ പിന്നെ ഒരു മിഷൻ ഉണ്ടായിരുന്നില്ലേ, നമ്മളൊരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ കാട്ടി പോയിട്ട് പേജൊക്കെ കൊണ്ടുവരാനായിട്ട്. ആദ്യം നമുക്കപ്പോൾ അത് ചെയ്യാം, എന്നിട്ട് ഈ കാണുന്ന 3 മിഷൻസ് ചെയ്യാം. കാട്ടി പോയിട്ട് എന്തോ പ്രേതം പിടിക്കുന്നൊക്കെയാണ് പറയണേ. എന്തുട്ടാന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കാട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇതായിരിക്കും ആ കാട്. ഒരു മിനിറ്റ്, ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് പേജസ് ഫൗണ്ട് 0/8. നമുക്കപ്പോൾ 8 പേജ് കണ്ടുപിടിക്കണം. ഈ സാധനവും. ഓക്കെ, ഇവിടെ ഒരു പേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെന്തത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറിയല്ലോ. അതെന്തത്? അതെന്തൊരു സംഭവം? എന്തോ മറ്റേ എനിക്ക് കാണാനില്ല. അത് ഞാൻ കണ്ടില്ല ശരിക്ക്. എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ആ സാധനം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ടാണോ നമുക്ക് ആ പേജ് കളക്ട് ചെയ്യാൻ പെട്ടെന്ന്? എനിക്ക് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി പേജൊക്കെ എവിടെയാണാവോ? ഈ കാട്ടിൽ എവിടെ പോയി തപ്പ്? ഓക്കെ, ആ സാധനം എൻ്റെ പിന്നാലെ ഉണ്ടാണാവോ? ഓക്കെ, ഇവിടെയും ഒരു പേജ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതും കളക്ട് ചെയ്തിട്ടുണ്ട്. ആ പേജ് കളക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇവിടെ ഇപ്പം എനിക്ക് 3ാമത്തെ പേജും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്നിട്ടത് അത് മുന്നിൽ നിന്ന് വന്നേക്കണ്. ഇവിടെ പിന്നെ ഇടയിൽ സ്ക്രാപ്പ് കൂടി ഉണ്ട് കേട്ടോ. അത് പക്ഷെ കളക്ട് ചെയ്യാൻ പറ്റണില്ലേ. ഇയാളെന്നെങ്കിൽ പിന്നാലെ വിടണില്ലേ. നമുക്കിനി ഒരു 5 കൂടി മാത്രം കളക്ട് ചെയ്താൽ മതി. എവിടെ ഈ പേജുകളൊക്കെ? ആ സാധനം എന്നെ പിന്നാലെ വിടണില്ല. ഓക്കെ, ഇവിടെ ഒരു പേജ് ഉണ്ട് കേട്ടോ. 4ാമത്തെ പേജും കിട്ടി. ഇനി ഒരു 4 കൂടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. യെസ്, 5ാമത്തെയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3 കൂടി മാത്രം ബാക്കി മതി. ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇതെന്തത്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിന്നല്ലോ. നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു, അതുകൊണ്ടാവും. അതേ അകത്തേക്ക് കയറിയപ്പോൾ വീണ്ടും മ്യൂസിക് സ്റ്റാർട്ടായി. സ്ക്രാപ്പ് കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി 3 കൂടി വേണം. എപ്പോഴത്തേത്? കുറേ നേരം ഇവിടെ കറങ്ങി നടക്കണം. ഇവിടെ 6ാമത്തെ പേജും കൂടി കിട്ടിയിട്ടാ. ആരോ ഓടിയിട്ടല്ലോ. അത് നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
അതെന്നെ തൊട്ടടുത്ത എന്നെ ഇപ്പൊ പിടിക്കുന്ന തോന്നണേ. ആ പണി കിട്ടി. ചാടി ചാടി പോവാ. അയ്യോ എന്നൊന്നും ചെയ്യല്ല ചേട്ടാ, എന്നെ വെറുതെ വിട്ടേക്ക്. എങ്ങോട്ടേക്ക് പൂടി പോവാ. ഓക്കെ ഇപ്പൊ സീനില്ല. ഒരു 2 പേജ് കൂടി കണ്ടുപിടിച്ചാൽ മതി, അത് കഴിഞ്ഞു. ഓ ഇവിടെ ഇപ്പൊ പണി പാളിന്ന് തോന്നണേ. ഇതിപ്പോ എന്താണ്ടായേ? മിഷൻ ഫെയിലായ ഞാൻ ആദ്യം മുതൽ ചെയ്യേണ്ടി വരൂ. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഇത് എന്തുട്ട് മിഷനത്? ഒന്നാമത്തെ കാര്യം ഇത് ഓപ്ഷണൽ മിഷനാ. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. ആദ്യം മുതൽ ചെയ്യണ്ട, ആ ബാക്കി 2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓ അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്ക് ആ ബാക്കി 2 പേജ് കണ്ടുപിടിക്കണം, അത് കാണാല്ലേ അത്. ഓ അത് മുന്നിൽ നിന്ന് വരുന്നു. അയ്യോ ചേട്ടാ എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയേ? ഈ സൈഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. എന്നെ അങ്ങ് പിടിച്ചേക്ക്. പിടിച്ചോണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ട് സംഭവിക്കാനൊന്നും പോണില്ല. എന്നെ ജസ്റ്റ് ആ കാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും, അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യം മുതൽ ചെയ്യേണ്ടി വരുന്ന. ഇതിപ്പോൾ സീനില്ല. എന്നെ ഇപ്പോൾ എത്ര വട്ടം പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നൊരു പേജ് കിട്ടി. ഇനി ഒരെണ്ണം കൂടി മാത്രം മതി, അത് കഴിഞ്ഞു. ഓ ആ പേജ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം കേട്ടോ, അത് വേറെ കാര്യം. അയ്യോ ഒരെണ്ണം കൂടി മാത്രം കിട്ടിയാൽ മതി. യെസ് ലാസ്റ്റത്തെ പേജ് കിട്ടി. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം എന്താണ്ടായേ? ആ സാധനം പോയി. പേജെല്ലാം കളക്ട് ചെയ്തപ്പോൾ ആ പ്രേതം പോയി. എന്നാലും അതെന്താണോ സംഭവം? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പേജൊക്കെ എടുത്ത് കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഐലൻഡിൽ വന്നത് ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കാനാണ്, ആ ചോച്ചു ചാൾസിൻ്റെന്ന്. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ട് ചെയ്യണേ? എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക. ഇതാ ചേച്ചിയുടെ പേപ്പർ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ആ സ്ക്രാപ്പ് അങ്ങ് മരിക്ക് തന്നേക്ക്. ഓക്കെ സ്ക്രാപ്പൊക്കെ കിട്ടിയേക്കാണ്. ഇനി നമുക്ക് ആ കാണുന്ന 3 മിഷൻസ് ചെയ്യാം. അത് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാ. ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളെ സ്ഥലത്ത് എത്തിയേക്കാണ്. ഓ ഇതെന്ത് സാധനം? കണ്ടിട്ട് റോക്കറ്റ് ലോഞ്ചർ പോലെ തോന്നണേ. ഇത് റോക്കറ്റ് ലോഞ്ചർ തന്നെയാ. ഇയാളിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാലേ, ഇവിടെ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്, പക്ഷെ അതിൽ ഫയർ ചെയ്യാനുള്ള റോക്കറ്റ് ഇല്ലേ, അത് ഇയാളുടെ അടുത്തില്ലാന്ന്. ഇവിടെ പിന്നെ അടുത്ത് എന്തോ ഒരു ബങ്കർ ഉണ്ട്, അതിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടംപോലെ റോക്കറ്റ് ഉണ്ട്. നമ്മളോട് അത് പോയിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞേ. ശരി നമുക്കത് കൊണ്ടുവരാം. ഇവിടെ പിന്നെ വേറെ 2 മിഷൻസും ഉണ്ട്, നമുക്ക് ആദ്യം അത് ചെയ്യാം, എന്നിട്ട് നേരെ ആ ബങ്കറിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ട് കേട്ടോ, അതൊക്കെ കളക്ട് ചെയ്യാം. അടുത്ത മിഷൻ ഇനി എന്താണാവോ? ഇയാളുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഒരു മൈനിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഒരു മുട്ടയും കിട്ടി. നമുക്ക് അതേപോലെ തന്നെ വീണ്ടും ചെയ്യണം. എനിക്ക് വേറൊരു മൈനിൻ്റെ താക്കോല് കിട്ടി. നമുക്കിനി അവിടെയും പോയിട്ട് ആ മുട്ടയൊക്കെ കളക്ട് ചെയ്യണം. എന്നാലും ഈ മുട്ട എന്താ സംഭവം? ചാൾസ് മുട്ടയിടോ? അതെന്തൊട്ടാണാവോ? നമ്മളോട് അതേപോലത്തെ 3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ. എനിക്കിപ്പോൾ 1 മാത്രമേ കിട്ടിയുള്ളൂ. എനിക്ക് തോന്നണതേ എന്തെങ്കിലും മന്ത്രം വലുതുണ്ടാവുമെന്ന്. അതുകൊണ്ട് ഈ 3 മുട്ട കളക്ട് ചെയ്യണ്ടാവുക. എന്തൊട്ടാണെങ്കിലും നമുക്ക് അന്നേരം കാണാം. ഇവിടെ ഇപ്പോൾ വേറൊരു മിഷനും കൂടി ഉണ്ട് കേട്ടോ. ഇതും പക്ഷേ ഒരു ഓപ്ഷണൽ മിഷനാ. ഓ മുമ്പിൽ ലൈറ്റ് ഹൗസ് ഒക്കെ ആണല്ലോ. ഇനി അതിൻ്റെ മേലെ കയറേണ്ടി വരുമോ? എന്താണാവോ? നമുക്കാദ്യം ചുറ്റോടെ നോക്കി നോക്കാം. സ്ക്രാപ്പ് കിട്ടിയെങ്കിൽ അത് കളക്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറണുള്ളൂ. ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? എന്തുട്ടാണാവോ കളക്ട് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം. ഒരു മിനിറ്റ്, അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഇതെന്തത്? കാലിനെന്താ പറ്റിയേ? പട്ടി കടിച്ചാ? ഒന്ന് ചോദിച്ചു നോക്കാം. ഇവളെ പട്ടിയൊന്നുമല്ല കടിച്ചേ, ചാൾസാ. അവൾക്ക് പിന്നെ ഭാഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചത്തില്ല, ജീവനോടെ ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലേ, ആ ലൈറ്റ് ഹൗസ് ഓണാക്കാൻ പോയതാ ആ പെണ്ണ്. എന്നിട്ട് ചാൾസിൻ്റെ കടിയും കൊണ്ടുവന്നു. എന്നോടൊപ്പോൾ ഏതായാലും ആ ലൈറ്റ് ഹൗസ് ഇല്ലേ, അത് ഓണാക്കാൻ പറഞ്ഞേക്കാ. ഇവിടെ നിന്ന് നമുക്ക് 4 സ്വിച്ച് കിട്ടും. അതും എടുത്തിട്ട് പുറത്തെന്തൊരു മെയിൻ സ്വിച്ച് പോലത്തെ സംഭവമുണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അന്നേരം ഈ ലൈറ്റ് ഹൗസ് ഓണാവും. ഇവിടെയും കുറേ സ്ക്രാപ്പൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇവിടെ കടലിൻ്റെ അവിടേക്ക് എത്തി. ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ, ആൾക്കാർക്ക് സുഖമായിട്ട് രക്ഷപ്പെടായിരുന്നു. ആ മറ്റേ ചേട്ടൻ പോയിട്ടാണോ ആ ജേണൽ മേടിച്ചില്ലേ, ആ ചേട്ടൻ പോയെന്ന് തോന്നണേ. അല്ലെങ്കിൽ ചൂച്ചു ചാൾസിൻ്റെ കടി കൊണ്ട് ചത്തുണ്ടാവും.
ഓക്കെ, നമുക്കിത് ഈ കാണുന്ന മെയിൻ സ്വിച്ചില്ലേ ഇവിടെ വയ്ക്കണ്ടേ? ഓക്കെ, സ്വിച്ചൊക്കെ വെച്ചേക്കാണ്. എല്ലാം ഓൺ ചെയ്യാം. ഇതെന്തത്? ഓ, ഇതൊരു ഓർഡറിൽ വേണം ഓൺ ചെയ്യാനായിട്ട്. ഓ, ഇതേപോലെയോ? ഓക്കെ, ആ ലൈറ്റ് ഹൗസ് ഓൺ ആക്കിയേക്കാണ് കേട്ടാ. അല്ല, എന്തിനിപ്പോൾ ഇങ്ങനെ ചെയ്യണേ? എനിക്ക് മനസ്സിലായില്ല. Fixing the lighthouse will definitely increase our chances of being spotted. സ്പോട്ടഡ്. തന്നെ ചാൾസ് ഒന്ന് സ്പോട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. എന്തെങ്കിലും ആട്ടെ, എനിക്കിവിടെ സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. വേഗം സ്ഥലം വിടാം. നമുക്കിനി ആ റോക്കറ്റ് ലോഞ്ചറില്ലേ, അതിലേക്കുള്ള റോക്കറ്റ് കൂടി കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ ഒരു ബങ്കറൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്താണ് ആ റോക്കറ്റൊക്കെ ഉള്ളത്. നമുക്കപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യാം. ഇനി അവിടെ ഗാർഡ്സ് ഉണ്ടാവുമോ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ പുറത്ത് എനിക്ക് ആരെയും കാണാനില്ല. ചിലപ്പോൾ ഗാർഡ്സൊക്കെ അകത്താവും. ഇതെന്തത്? ഇവിടെ ഒരു ബോംബുണ്ടല്ലോ. ഈ ബോംബ് എന്തിനാ? ചിലപ്പോൾ ഗാർഡ്സിൻ്റെ മൂട്ടിലിട്ട് പൊട്ടിക്കാനാവും, പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ആവില്ല, അത് വേറെ എന്തൊരു യൂസിനാവും. അപ്പോൾ ഇതും ആ ബങ്കറിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ഇതെന്തത്? ഞാനവിടെ ബോംബ് വെച്ചല്ലോ. ഞാൻ തുറക്കാൻ നോക്കിയതാ. ഓ, അത് തുറക്കാനോ ഉണ്ടാ ബോംബ്, കാരണം അതിൻ്റെ താക്കോല് എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഇവിടെയും ഒരു വഴിയുണ്ട്. അകത്ത് ഗാർഡ്സ് ഒന്നും ഇല്ലല്ലോ. ഗാർഡ്സ് ഇല്ലെന്ന് തോന്നണേ. പക്ഷെ അതും ലോക്കാണല്ലോ. നമുക്ക് ചിലപ്പോഴേ ഒരു ബോംബ് കൂടി വേണ്ടി വരും. അളിയ ചൂച്ചു ചാൾസ് പണിപ്പാളി. എന്നാലും ഈ നേരത്തെ തന്നെ വരണ. ഞാൻ ട്രെയിനിൻ്റെ അകത്തിരിക്കുമ്പോൾ ഈ സാധനം വരില്ല, പുറത്തിറങ്ങിയാലേ വരാ. എനിക്കിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു ബോംബ് തപ്പണം. ഒരു മിനിറ്റ്, ഇവിടെ എന്തുണ്ടല്ലോ? ഓ, ഈ പലകെടുത്ത് മാറ്റാൻ പറ്റുമോ? ആ സാധനം ഉരുണ്ട് പോയി. അതിൽ ബോംബായിരുന്നാ? മറ്റേ മൈൻഡ് ക്രാഫ്റ്റിലൊക്കെ കാണില്ലേ, മൈൻ കാട്ട് വിത്ത് TNT, ആ സംഭവം. ഇവിടെ ഞാൻ റോക്കറ്റൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പോവാം. പക്ഷേ ഈ ചൂച്ചു ചാൾസ് പുറത്തുണ്ട്. ഓ, പിന്നെ ഇവിടെ ഇപ്പം എനിക്ക് ആരെങ്കിലും പേടിയൊന്നുമില്ല. അത് വരണമെങ്കിൽ വരട്ടെ. ഞാനിപ്പോൾ ഏതായാലും ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. ലെറ്റ്സ് ഗോ. അവിടെ ചൂച്ചു ചാൾസ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എവിടേക്കാ പോയേ? ഒരു മിനിറ്റ്, ഹോൺ അടിക്കാം. അത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വാടാ വാടാ വാടാ. ഇതിനെ പക്ഷെ നമുക്ക് കൊല്ലാൻ പറ്റണില്ല. ഞാൻ കുറച്ച് ഹെൽത്ത് കളയുമ്പോഴേക്കും അത് എങ്ങോട്ടേക്കോ ഓടിപ്പോവും. അതെന്താണാവോ? എൻ്റെ കയ്യിൽ പിന്നെ 2 വെപ്പൺസ് മാത്രമേ ഉള്ളൂ. നമുക്കിനി പുതിയ വെപ്പണും കൂടി കിട്ടും. അന്നേരം കുറച്ചുകൂടി എളുപ്പമാവും ഫൈറ്റ് ചെയ്യാനായിട്ട്. അത് പിന്നെ ഒരു റോക്കറ്റ് ലോഞ്ചറാണല്ലോ. ഇതിനൊന്നും സംഭവിക്കണില്ലേ? ഡാമേജ് കിട്ടണില്ലേ? അതിന് ഡാമേജൊക്കെ കിട്ടുന്നുണ്ട്. ഹെൽത്ത് കുറച്ച് പോയിട്ടുണ്ട്. അതിപ്പോൾ എങ്ങോട്ടേക്ക് പോകട്ടാ? ഇത് നോക്കിക്കോ. ഇത് പോണില്ലല്ലോ. ഓടാ എടാ, അത് പോണില്ല. കളി സീരിയസ് ആയില്ലോ. ട്രെയിനിൻ്റെ ഹെൽത്ത് കൂട്ടാം. പോടാ 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 പോടാ, കണ്ട പോയി പോടാ. അതേ പോയി. എത്ര ഉള്ളു? ഇനിയിപ്പോൾ ഏതെങ്കിലും മുക്കിൽ പോയിട്ട് ഉഴിയാൻ നിൽക്കണ്ടാ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരും. അന്നേരം വീണ്ടും തല്ലും കൊണ്ട് പോവും. എന്നിട്ട് വീണ്ടും പോയിട്ട് ഉഴിയാൻ നിൽക്കും. എന്തെങ്കിലും ആട്ടെ, നമ്മളിപ്പോൾ വല്ലാണ്ട് മുന്നിലേക്ക് വന്നേക്കാണ്. ഇത് ഏതാ സ്ഥലം? നമ്മളെവിടേക്ക് എത്തിയേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്ക് അടിച്ച് പോവാം. നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകണ്ടേ. ഹലോ ചേട്ടാ, ഞാൻ സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ ഇപ്പം എനിക്ക് പുതിയ വെപ്പൺ കിട്ടിയേക്കാണ് കേട്ടാ. അപ്പോൾ ഈ സൈഡിലുള്ള മിഷൻസ് കൂടി കഴിഞ്ഞു. ഇനി നേരത്തെ നമുക്ക് താക്കോല് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഏതൊരു മൈനിൻ്റെ താക്കോലാ. നമുക്കിനി ആ മൈനിലേക്ക് പോവാം. ആ മൈന് പക്ഷേ ഇവിടെ ആയിട്ടാണ് വരണേ, കുറേ ദൂരമുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അവിടെയും മിഷൻസൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അതും കൂടി ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ 2ാമത്തെ മൈനിലും എത്തിയേക്കാണ്. ഇനി ആ മുട്ടയും കൂടി കളക്ട് ചെയ്യാം. ഇവിടെയും പക്ഷേ നേരത്തെ പോലെ ഗാർഡ്സ് ഉണ്ടാവും കേട്ടോ, അതും കൂടി നോക്കേണ്ടി വരും. ഏതി കൂടെ ഇപ്പോൾ കയറി പോകണ്ടേ? ഇതായിരിക്കും വഴി. ഇതെന്തത്? എനിക്ക് പിന്നെ ആരോ വിസിലടിക്കണ സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഗാർഡ്സ്. അയാൾ പക്ഷെ എവിടെയാണോ?
ഇവിടെ ഒന്നും കാണാനില്ലേ? ഒരു മിനിറ്റ്, ഇതേ അവിടെ ഒരുത്തൻ പൂണ്ട് കേട്ടോ. അയാൾ നമ്മളെ കണ്ടാ? ഓ, അയാൾ നമ്മളെ കണ്ടു. അതെന്തത്? അയാളെ പക്ഷെ അടിയില്ല. എൻ്റെ അടുത്തേക്ക് എത്തിയ പക്ഷെ പോയിട്ടാവേ. അയാളുടെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാം. എൻ്റെ ട്രെയിനിൽ വെപ്പണുണ്ട്. വാടാ. നീ എന്താ വിചാരിച്ചേ നിൻ്റെ കയ്യിൽ മാത്രം തോക്കോളൂന്നാ? നമ്മുടെ കയ്യിൽ നിന്നെക്കാളും പെടപ്പെട്ട സാധനങ്ങളുണ്ട്. ഇതെന്തത് ഹീറ്റായില്ലോ? ഇയാൾ ചാവണില്ലേ? ഓക്കെ, ഇയാൾ ചത്തുട്ട. ഇയാൾ കാരണം എൻ്റെ ട്രെയിനിലും ഡാമേജ് ആയി. നമുക്ക് റിപ്പയർ ചെയ്യാം. ഇയാളുടെ തോക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? എവിടെ ചത്ത് എടുക്കണ്? ഇവിടെ ചത്ത് എടുക്കുന്നുണ്ട്. തോക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നണേ. ഓ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മൈന്. നമുക്ക് പതുക്കെ അകത്തേക്ക് കയറി പോവാം. ഇതിന് മുന്നേ നമ്മൾ ഒരു മൈനിൽ കയറിയില്ലേ? അവിടെ പക്ഷെ പുറത്ത് ഗാർഡ്സ് ഉണ്ടായിരുന്നില്ല, അകത്ത് ഒരാളുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നെ പുറത്തും ഗാർഡ്സ് ഉണ്ട് കേട്ടാ. ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കാണ്ട്. അയാൾ ഇവിടെ അടുത്ത് എവിടെ ഉണ്ട്? ഓക്കെ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടാ. ആളത് അങ്ങോട്ടേക്ക് പോയി. നമുക്കപ്പോൾ ഇങ്ങോട്ടേക്ക് പോവാം. എവിടെയാണ് ആ അണ്ട? മുജെ അണ്ട ചാഹിയേ. ഇതാണോ അണ്ട? ഓ, ഇത് സ്ക്രാപ്പാണല്ലോ, നമുക്ക് കളക്ട് ചെയ്യാം. അവിടെ പിന്നെ ഒരു പെട്ടി ഉണ്ട് കേട്ടാ. ആ പെട്ടിയുടെ ഉള്ളിൽ മിക്കവാറും പെയിൻ്റ് ആവും. അത് നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുമ്പിൽ ഒരു ലിവർ ഉണ്ടല്ലോ, അത് എന്തുട്ടാണോ? ഓ, ഇതിൻ്റെ അകത്തുണ്ട് കേട്ടാ. ഇതിൻ്റെ അകത്ത് അണ്ടയുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ കളക്ട് ചെയ്തേക്കാണ്. ആ ഗേറ്റ് അടഞ്ഞൂലോ, പണി പള്ളിയെന്നാണ് തോന്നണേ. ആ ലെഫ്റ്റ് സൈഡിൽ ആരോ വിസിലടിക്കുന്നുണ്ട്. നമുക്കപ്പോൾ റൈറ്റിൽ കൂടെ പോവാം. ഈ വഴി എങ്ങോട്ടേക്കാണ് പോണേ? ഈ നമുക്ക് താഴ്ത്താം. ഓ, നല്ല സൗണ്ട് വന്നിട്ടാ. എനിക്ക് തോന്നണത് ഇവിടെയുള്ളവർ അലർട്ടായി ഉണ്ടാവുന്ന. നമുക്ക് വേഗം സ്ഥലം വിടാം. ഓ, ആരും എന്നെ കണ്ടു, എന്നെ വെടിച്ചു തുടങ്ങി. ഓ, വേഗം പോടാ. നമുക്ക് ഇപ്രാവശ്യം ട്രെയിൻ എടുത്ത് സ്ഥലം വിടാം. അയാളെ ഞാൻ കൊല്ലാൻ നിൽക്കണില്ല, കാരണം ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കേട്ടാ. എടാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, സമയാവട്ടെ. എന്തുട്ടായാലും നമുക്ക് മുട്ട കിട്ടിയില്ലേ, ആ മതി. ഇനി ഒരു മൈനിലും കൂടി കയറാനുണ്ട് കേട്ടാ. അവിടെ പക്ഷേ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാവും, നമുക്കതും കൂടി നോക്കേണ്ടി വരും. ഇവിടെ ഒരു മിഷൻ ഉണ്ട്, നമുക്കിനി അതുകൂടി ചെയ്യാം. ഓക്കെ, ഈ വീട്ടിലാണ് ആ മിഷൻ നടക്കണേ. ഇത് പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ടോ? നമുക്ക് ആദ്യം അത് കളക്ട് ചെയ്യാം. ഇതെന്തത് സ്ക്രാപ്പ് ഇല്ല ഇവിടെ? എന്തുട്ട് വീടത്? ആകെ ഒരു സ്ക്രാപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ഭയങ്കര ദാരിദ്ര്യം പിടിച്ച വീടാ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാളെ ടെലിസ്കോപ്പ് നോക്കി നിൽക്കുക. നമുക്ക് ഇയാളോടൊന്ന് സംസാരിച്ച് നോക്കാം. ഇയാൾ എന്തുട്ടാണോ പറയണേ? ഓക്കെ, ഇയാൾ ആരാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ യൂജനില്ലേ? എൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ലേ ഒരു അങ്കിള്? അയാളെ ചാവണേക്കാളും മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈൻഡ് ദ എക്സ്, ഫൈൻഡ് മൈ സണ്ണ്. നമ്മൾ അയാളുടെ മകനെ കണ്ടുപിടിച്ചേക്കാ. അയാൾ എന്നിട്ട് ഒരു ടാസ്ക് പറഞ്ഞു കേട്ടാ. അത് വേറെ ഒന്നല്ല, ഈ പാലില്ലേ, ഈ പാലത്തിൻ്റെ അടിയിൽ ബോംബ് വയ്ക്കാനാ. അതെന്തിനാണ് ബോംബ് വയ്ക്കണേ? ബോംബ് വെച്ച് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ പോവുക? എനിക്ക് തോന്നണതേ ചാൾസ് എങ്ങാനും ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ ബോംബ് ആക്ടിവേറ്റ് ചെയ്യുന്ന, അതായിരിക്കും അയാളുടെ പ്ലാന്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ 8 ബോംബ് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാം വെച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ബോംബൊക്കെ വെച്ചുട്ടാ. എന്തിനാ ബോംബ് വെച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായേ. ആ ചാൾസ് ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വരില്ലേ? അന്നേരം നമ്മൾ ഈ പാലം കടന്ന് പോവുകയാണെങ്കിൽ ആ ടൈമിൽ അയാൾ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യും. അന്നേരം ചാൾസ് ചാവുന്നൊക്കെയാണ് പറയണേ. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഒരു ടെമ്പിളും ഉണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടയൊക്കെ കളക്ട് ചെയ്യില്ലേ, ആ 3 മുട്ടയും കൊണ്ട് ആ ടെമ്പിളിലേക്ക് പോവുക. അന്നേരം അവിടെ എന്തൊരു റിച്വലൊക്കെ നടക്കും. ആ ടൈമിൽ നമുക്ക് സുഖമായിട്ട് ചാൾസിനെ വീഴ്ത്തിടാം. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞേ. നമ്മുടെ കയ്യിൽ പക്ഷേ 2 മുട്ടയുള്ളൂ. നമുക്കിനി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം, എന്നാലും ആ ടെമ്പിളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് പക്ഷേ ആ ടെമ്പിളിൻ്റെ താക്കോല് കിട്ടിയിട്ടാ. ഇനി 3 മുട്ടയും കൊണ്ട് ആ ടെമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.